ബുധനാഴ്ച ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തും. ഗുരുവായൂരിൽ നിന്ന് മോദി തൃപ്രയാറിലെത്തുക റോഡ് മാർഗം. കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് തോട് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോട് ഒരു കാലത്ത് നഗരത്തിലേക്കുള്ള പ്രധാന ജലപാതയാകുന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമായി. 4 നാൾ നീണ്ടുനിൽക്കുന്ന താലപ്പൊലിക്ക് ആയിരങ്ങളെത്തും. മാളയിൽ വിളവെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ പാടശേഖരം വെള്ളത്തിൽ മുങ്ങി. സമീപത്തുള്ള തോടിന് ആഴം കൂട്ടണമെന്ന ആവശ്യം അധികൃതർ അവഗണിച്ചതായി പരാതി. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. രാവിലെ 10:17 വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗമാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. ഇതാദ്യമായാണ് രാജ്യത്തെ പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തുന്നത്. പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, റൂറൽ SP നവനീത് ശർമ്മ, കൊടുങ്ങല്ലൂർ DYSP സലീഷ് N ശങ്കരൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനൻ, ദേവസ്വം മാനേജർ MP സുരേഷ് എന്നിവരും സന്നിഹിതരായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ കർശന സുരക്ഷ. ബുധനാഴ്ചയാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തുന്നത്. രാവിലെ ക്ഷേത്ര ദർശനം നടത്തുന്ന മോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും സംബന്ധിക്കും. രാവിലെ 7 മണിക്ക് ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തും. ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ 8:45 വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. ബുധനാഴ്ച രാവിലെ 7 മുതൽ 9 വരെയാണ് കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാവുക. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്ന സുരക്ഷാ അവലോകന യോഗം ഗുരുവായൂരിൽ നടക്കും. കൊടുങ്ങല്ലൂർ നഗരത്തിലെ കാവിൽക്കടവ് തോടിന്റെ നവീകരണം വീണ്ടും ചർച്ചയാകുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോട് ഒരു കാലത്ത് നഗരത്തിലേക്കുള്ള ജലപാതയായിരുന്നു. ചരക്കുവള്ളങ്ങളും യാത്രാവള്ളങ്ങളും ധാരാളമായി കടന്നുപോയിരുന്ന ജലപാതയായിരുന്നു കാവിൽക്കടവ് തോട്. റോഡ് വഴിയുള്ള ഗതാഗതം സജീവമായതോടെ മറ്റ് ജലമാർഗങ്ങളെപ്പോലെ ഈ തോടും നിർജീവമായി മാറി. 10 വർഷം മുൻപ് വരെ ആഴ്ചയിൽ 2 തവണ എറണാകുളത്തു നിന്നുമുള്ള ചരക്കുവെള്ളം കാവിൽക്കടവിൽ എത്തിയിരുന്നു. പിന്നീട് അതും നിലച്ചു. മണൽ വാരലിന് നിയന്ത്രണം വന്നതോടെ മണൽ വഞ്ചികളും അപ്രത്യക്ഷമായി. കനോലി കനാലിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്ററിലധികം ദൂരം നഗരത്തിലേക്ക് കയറിക്കിടക്കുന്ന ജലമാർഗമാണ് കാവിൽക്കടവ് തോട്. നഗരത്തിലെ ചെറുതോടുകളിൽ നിന്നുമുള്ള വെള്ളം ഒഴുകിയെത്തുന്ന പ്രധാന ഇടമാണിത്. അതുകൊണ്ട് തന്നെ നഗരത്തിലെ സർവ്വമാലിന്യങ്ങളും ഇവിടെ വന്നടിയുന്നുണ്ട്. വേലിയേറ്റ സമയത്ത് പുഴയിൽ നിന്നും വെള്ളം കയറുന്ന കാവിൽക്കടവ് തോട് വേലിയിറക്ക സമയത്ത് ഏറെക്കുറെ വറ്റിവരലും. യഥാസമയങ്ങളിൽ ശുചീകരണം നടത്താത്തതിനാൽ ദുർഗന്ധം രൂക്ഷമാണിവിടെ. ആലപ്പുഴയിലെയും ചില വിദേശ രാജ്യങ്ങളുടെയും മാതൃകയിൽ കാവിൽക്കടവ് തോടിനെ സൗന്ദര്യവൽക്കരിക്കണമെന്ന ആവശ്യത്തിന് പിന്തുണ ഏറിവരികയാണ്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ സാമൂഹ്യ പ്രവർത്തകനായ കല്യാൺ റാം കാവിൽക്കടവ് തോട് നവീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ തോട് കുറച്ചു കാലം മുമ്പ് വരെ വളരെ നല്ല വെള്ളമായിരുന്നു. അതിൽ എല്ലാ ജനങ്ങളും കുളിച്ചിരുന്ന് മറ്റാവശ്യങ്ങൾക്കെല്ലാം എടുത്തിരുന്നു. എറണാകുളത്ത് നിന്ന് ആഴ്ചയിൽ 2 വഞ്ചി വന്നിരുന്നു. ഇവിടെ മണലും മറ്റു സാധനങ്ങളൊക്കെ വന്നിരുന്നതാണ്. ഇപ്പോൾ മുഴുവൻ ടൗണിലെ മാലിന്യങ്ങളും വേസ്റ്റും വന്നടിയുന്ന ഒരു സ്ഥലം മാത്രമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. ഈ മാലിന്യ നിർമ്മാർജ്ജനം എത്രയും വേഗത്തിൽ ഇവിടെ നടത്തേണ്ടത് ഒരു അത്യാവശ്യമാണ്. എല്ലാ നടപടികളും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ. തോട് ശുചീകരിച്ച് സംരക്ഷിക്കുക, വൈദ്യുതി ദീപങ്ങൾ സ്ഥാപിക്കുക, സൗന്ദര്യവൽക്കരിക്കുക, നടപ്പാതയും നടപ്പാലങ്ങളും നിർമ്മിക്കുക, ആംഫി തിയേറ്റർ സ്ഥാപിക്കുക തുടങ്ങി വിവിധ നിർദ്ദേശങ്ങൾ കല്യാൺ റാം നവകേരള സദസ്സിന് മുന്നിൽ സമർപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു. നവീകരണത്തിലൂടെ കാവിൽക്കടവ് തോടിനെ ജലവിനോദ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. TC വിനോസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ 4 നാൾ നീണ്ടു നിൽക്കുന്ന താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമായി. 1001 കതിനവെടികൾ മുഴങ്ങിയതോടെയാണ് താലപ്പൊലി ആഘോഷത്തിന് തുടക്കമായത്. 1-ാം താലപ്പൊലി നാളായ തിങ്കളാഴ്ച 1001 കതിനവെടി, ഉച്ചയ്ക്ക് എഴുന്നള്ളിപ്പ്, വൈകിട്ട് വെടിക്കെട്ട് തുടങ്ങിയവ നടക്കും. പരമ്പരാഗത ചടങ്ങുകളാൽ സമ്പന്നമാണ് 1-ാം താലപ്പൊലി നാൾ. വ്രതം നോറ്റെത്തുന്ന മലയരയന്മാരും കുടുംബി സമുദായവും ക്ഷേത്രാങ്കണത്തിൽ തനത് ചടങ്ങുകൾ നടത്തും. വിളവെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ പാടം വെള്ളത്തിൽ മുങ്ങി. പൊയ്യ പഞ്ചായത്തിലെ ഊളൻചിറ തോട്ടിൽ വെള്ളം നിറഞ്ഞ് പാടശേഖരത്തിലേക്ക് കയറിയതാണ് ആശങ്കയാകുന്നത്. മടത്തുംപടി വെസ്റ്റ് പാടശേഖരത്തിൽ 10 ഏക്കർ സ്ഥലമാണ് വിൽസൺ പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കിയിട്ടുള്ളത്.
രണ്ടാഴ്ച കഴിഞ്ഞാൽ കൊയ്യാനുള്ള പാടശേഖരങ്ങളാണ് വെള്ളത്തിൽ മുങ്ങിയത്. ഇളന്തിക്കര സ്വദേശി 80 വയസ്സുള്ള മാളിയേക്കൽ വിൽസൺ 1961 മുതൽ പൂർണ്ണസമയം കർഷകനാണ്. 20 കൊല്ലമായി പുത്തമേഖല പഞ്ചായത്ത് കൃഷി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പടത്തമ്പടി വെസ്റ്റ് പാടശേഖരത്തിൽ 10 ഏക്കർ കൃഷി ഇപ്പോൾ വെള്ളത്തിൽ കിടക്കുകയാണ്. തോടുകളിലെ വെള്ളം പറ്റിയാൽ നമുക്ക് കൊയ്യാൻ പറ്റുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞ് കൊയ്യാവുന്നതാണ്. ഇന്നലെ കൃഷി ഓഫീസർ വന്ന് കൃഷി സ്ഥലം വന്ന് കണ്ട് അന്വേഷണത്തെ റിപ്പോർട്ട് പഞ്ചായത്തിലേക്ക് കൊടുക്കാൻ പോയിട്ടുണ്ട്. ജില്ലയിലെ വിവിധ പാടശേഖരങ്ങളിൽ പാട്ടത്തിനെടുത്ത 30 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തിരിക്കുന്നത്. വേനൽക്കാലമായതോടെ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ ഊളൻ ചിറയിൽ തടയണ കെട്ടിയ ശേഷം കനത്ത മഴ പെയ്തതാണ് പാടശേഖരത്തിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കിയത്. തോടിന്റെ ആഴം കുറഞ്ഞതാണ് പാടശേഖരത്തിലേക്ക് വേഗത്തിൽ നേരിട്ട് വെള്ളം കയറാൻ ഇടയാക്കുന്നത്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ തടയണ പൊട്ടിച്ചാൽ വീണ്ടും ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പാടശേഖരത്തിലെ വെള്ളം ഒഴുക്കിക്കളയാൻ തടയണ പൊട്ടിച്ചാൽ അപ്പോൾ തന്നെ വീണ്ടും കെട്ടേണ്ടിവരും. കനത്ത മഴയുടെ 2 ദിവസം മുൻപാണ് 40,000 രൂപയോളം ചിലവഴിച്ച് തടയണ കെട്ടിയത്. 2 കിലോമീറ്ററോളം വരുന്ന തോട് മണ്ണ് നിറഞ്ഞത് നീക്കം ചെയ്ത് ആഴം വർദ്ധിപ്പിക്കണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമാണ്. ഈ ആവശ്യത്തിന് വിവിധ വകുപ്പുകളിൽ നിന്നും പരിഗണനയുണ്ടായിട്ടില്ല. തോട് ആഴം വർദ്ധിപ്പിച്ചാൽ പാടത്തു നിന്ന് വെള്ളം ഒഴുക്കിവിടാൻ കഴിയുമെന്ന് വാർഡംഗം റീന സേവ്യർ അറിയിച്ചു. TCV ന്യൂസ്, മാള. പുന്നിയൂർക്കുളം നിരമംഗലത്ത് കടന്നൽ കുത്തേറ്റ് ഒരാൾ മരിച്ചു. പൊന്നാനി തൃക്കാവ് സ്വദേശി 70 വയസ്സുള്ള ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. കടന്നൽ കുത്തേറ്റ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പുളിക്കത്ര കുടുംബക്ഷേത്രക്കാവിൽ പൂജ നടക്കുന്ന സമയത്താണ് സംഭവം. കാവിനുള്ളിൽ ആളുകൾ കൂടിയ നേരത്ത് ശക്തമായ കാറ്റുമൂലം കടന്നൽക്കൂട്ടം ഇളകി വന്ന് ആക്രമിക്കുകയായിരുന്നു. ശരീരമാസകലം കുത്തേറ്റ ഗോപാലനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. ഏതാനും ദിവസങ്ങളായി മേഖലയിൽ കടന്നൽ ശല്യമുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞു. അണ്ടത്തോട് വീട് കയറി ആക്രമിച്ച സംഭവത്തിൽ 2 പേരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അണ്ടത്തോട് സ്വദേശികളായ കുന്നമ്പത്ത് വീട്ടിൽ ഫഹദ്, മുഹമ്മദ് യാസീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിലെ 2 പ്രതികൾ ഒളിവിലാണ്. വെള്ളിയാഴ്ച രാത്രിയിലാണ് 4-അംഗ സംഘം വീട് കയറി ആക്രമിച്ചത്. ആക്രമണത്തിൽ ആമിനു, റാബിയ, ഷലീം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഷലീമിന് പുറത്ത് കുത്തേറ്റിരുന്നു. പാളയംപാടത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച അപകടം. ശനിയാഴ്ച രാത്രിയിലുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. പോർക്കുളം സ്വദേശികളായ ദിലീപ്, ജിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരാളുടെ നില ഗുരുതരം. പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണാണ് ഇരുവർക്കും പരിക്കേറ്റത്. അപകടത്തിൽ ദിലീപിന്റെ കാൽപാദം മുറിഞ്ഞു തൂങ്ങിയ നിലയിലാണ്. അപകടത്തിനിടയാക്കിയ കാർ നിർത്താതെ പോയി. പിന്നീട് പോർക്കുളം കോങ്ങണ്ണൂർ റോഡിൽ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മേലൂർ പൂലാനിയിലെ നായരങ്ങാടി കൊമ്പൻപാറ തടയണ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് CPI ലോക്കൽ കമ്മിറ്റി ധർണ നടത്തി. ബിയർ കമ്പനിയിലേക്ക് ടോറസ് അടക്കമുള്ള ഭാരവാഹനങ്ങൾ പോകുന്നത് മൂലമാണ് റോഡ് തകർന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. പ്രതിഷേധ സമരം AITUC സംസ്ഥാന കൌൺസിൽ അംഗം TR ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ഗീതാ ശശി അധ്യക്ഷത വഹിച്ചു. മധു തുപ്രത്ത്, PV സുരാജ്, KS സുനേജ്, ഷൈനി ബാബു എന്നിവർ സംസാരിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ മാർ റാഫേൽ തട്ടിൽ പിതാവിന് ജന്മനാടായ തൃശൂരിൽ ഊഷ്മള വരവേൽപ്പ്. സാംസ്കാരിക നഗരിയിലെത്തിയ തട്ടിൽ പിതാവ് ആദ്യമെത്തിയത് തൃശൂർ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കുണ്ടുകുളത്തിന്റെ കല്ലറയിലേക്കായിരുന്നു. കല്ലറയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടിയ ശേഷം ബിഷപ്പ് ഹൌസിലെത്തി. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അടക്കമുള്ള വൈദികർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളും തൃശൂരിലെ പൗരപ്രമുഖരും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗത്തെ പ്രമുഖരും അദ്ദേഹത്തിന് ആശംസ നേരാനെത്തി. തൃശൂരിലെത്തിയാൽ സ്വന്തം വീട്ടിൽ മടങ്ങിയെത്തുന്ന സന്തോഷമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചാൽ തൃശ്ശൂർ ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഞാൻ അറ്റ് ഹോമാണ്. ഇവിടെ എനിക്ക് ആരും അപരിചിതരല്ല. എല്ലാവരും എൻ്റെ സ്വന്തം വീട്ടുകാരും എൻ്റെ നാട്ടുകാരാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ജനിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാറമേക്കാവായിട്ടും തിരുവമ്പാടിയായിട്ടും വടക്കുനാഥ ക്ഷേത്രമൊക്കെ ആയിട്ട് എനിക്ക് വളരെ ആത്മാർത്ഥ ബന്ധമുണ്ട്. പിന്നെ ഞാൻ ഇവിടുത്തെ മുസ്ലിമുകളുമായിട്ടും എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത, മതങ്ങൾക്ക് അതീതമായിട്ട് മനുഷ്യൻ്റെ സാഹോദര്യത്തിൽ അടിയുറച്ചൊരു നാടാണ് തൃശ്ശൂർ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപക്ഷെ എന്നെ ഇങ്ങനെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു സാഹോദര്യത്തിൻ്റെ ഒരു വേവ് ലെങ്ത്, അതിൻ്റെ ഒരു ഹൃദയവികാരം പ്രകടിപ്പിക്കാൻ ഒരുപക്ഷെ സാധിക്കുമെന്നുള്ള ഒരു വിചാരത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആരും എനിക്ക് അന്യരല്ല, എല്ലാം എൻ്റെ സ്വന്തമാണ്.
സ്വന്തം ഇടവകയായ പുത്തൻപള്ളിയിലെത്തിയപ്പോൾ വലിയ സ്വീകരണമാണ് അൽമായർ നൽകിയത്. തുടർന്ന് കുർബാന അർപ്പിച്ചു. തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ പൗരസ്വീകരണവും നൽകി. പുത്തൻപള്ളി അങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മുഖ്യ അതിഥിയായി. എമിരറ്റസ് ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. മേയർ എം കെ വർഗീസ്, ടി എൻ പ്രതാപൻ എം പി, പി ബാലചന്ദ്രൻ MLA, മതമേലധ്യക്ഷന്മാരായ മാർ ഔഗിൻ കുര്യാക്കോസ് മാർ ക്ലിമിസ്, ഗീവർഗീസ് മാർ യുലിയോസ്, സ്വാമി സദ്ഭവാനന്ദ, മുഹമ്മദ് ഫൈസി ഓണംപിള്ളി, തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വള്ളൂരാൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. TCV തൃശൂർ. പറപ്പൂക്കര പഞ്ചായത്ത് പൂങ്കൂത്രയിൽ നവീകരിച്ച പകൽ വീട് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ, സീനിയർ സിറ്റിസൺ ഭാരവാഹികളായ KC വർഗീസ്, MO ജോർജ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അനുവദിച്ച 3 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പകൽ വീട് നവീകരിച്ചത്. ആറാട്ടുപുഴ പൂരത്തിന്റെ പത്രികയുടെ പ്രകാശനം ക്ഷേത്ര നടപ്പുരയിൽ നടന്നു. TN പ്രതാപൻ MP, KK രാമചന്ദ്രൻ MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, ദേവസ്വം ബോർഡ് കമ്മീഷണർ C അനിൽകുമാർ, സെക്രട്ടറി P ബിന്ദു, പെരുവനം കുട്ടന്മാരാർ എന്നിവർ പങ്കെടുത്തു. കടവല്ലൂർ വടക്കുമുറിയിൽ കിണറ്റിൽ വീണ ആടിനെ കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. കോട്ടപ്പറമ്പിൽ സുലൈമാന്റെ വീട്ടുകിണറ്റിലാണ് ആട്ടിൻകുട്ടി വീണത്. കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്തി. സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി ആറ്റുപുറം സെന്റ് ആന്റണീസ് കോൺഫറൻസിന്റെ 1 വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ പ്രഖ്യാപനവും പാലിയൂർ ഏരിയ കൌൺസിലിന്റെ പ്രവർത്തന യോഗവും സംയുക്തമായി നടത്തി. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ വികാരി ഫാദർ ഡെന്നീസ് മാറോക്കി യോഗം ഉദ്ഘാടനം ചെയ്തു. ഭവനം നിർമ്മിച്ചു നൽകൽ, ചികിത്സാ സഹായ ഫണ്ട് വിതരണം തുടങ്ങി ഒട്ടേറെ കർമ്മ പദ്ധതികളുടെ ചാർട്ട് ഫാദർ ഡെന്നീസ് മാറോക്കി പ്രകാശനം ചെയ്തു. ഏരിയ കൌൺസിൽ പ്രസിഡന്റ് റീന ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി AC ജോസഫ്, ആറ്റുപുറം കോൺഫറൻസ് പ്രസിഡന്റ് MJ ജോഷി, CR ജിജോ, ക്ലീറ്റസ് തുടങ്ങിയവർ സംസാരിച്ചു. വേലുപ്പാടം വിശുദ്ധ ഔസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ രാജു അക്കര കാർമ്മികനായി. ഫാദർ ജിക്സൺ താഴത്ത് സന്ദേശം നൽകി. തിരുനാൾ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ഡേവിസ് ചിറയത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് സൂക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കന്നഡ തൊഴിലാളി ജില്ലാ സംഗമം മന്ത്രി K രാജൻ അയ്യന്തോളിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വിനോദ് P ജോൺ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ശ്രീകാന്ത്, ഷാജഹാൻ, ശ്രീധരൻ, സുധീഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സംഘടന രൂപീകരിച്ചപ്പോൾ തന്നെ നമ്മുടെ സംഘടനയുടെ ഭാഗമായിട്ട് അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കുകയാണ്. ആശംസകൾ അറിയിക്കുന്നു. അടുത്തതായി ജോബി തോമസ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. സാംസൺ പുലിക്കോട്ടിൽ, DCC ജനറൽ സെക്രട്ടറിമാരായ CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് വാസു കോട്ടാൽ, വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഹെൽമെറ്റ് കൊണ്ട് തലക്കടിക്കാനും ഇഷ്ടിക കൊണ്ട് തലക്കടിക്കാനും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അമർച്ച ചെയ്യാനും ശ്രമിക്കുകയാണ് പിണറായി വിജയനും കൂട്ടരും. അവിടുന്ന് തുടങ്ങിയതാണ് ഈ അക്രമത്തിന്റെ തുടക്കം. അങ്ങനെ ചെയ്യുമ്പോൾ അവർ ചിന്തിക്കുന്നത് അങ്ങ് കല്യാശ്ശേരിയുടെ മണ്ണിൽ നിന്ന് നിർധന യുവതികൾക്ക് വിവാഹവസ്ത്രങ്ങൾ സൗജന്യമായി നൽകാൻ മാരീസ് ഡ്രസ് ബാങ്ക്. വിവാഹവസ്ത്രങ്ങൾ എങ്ങനെ വാങ്ങുമെന്നോർത്ത് വിഷമിക്കുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ ഉദ്ദേശിച്ചാണ് ഡ്രസ് ബാങ്ക്. ചാവക്കാട് പുന്നയിൽ ആരംഭിച്ച മാരീസ് ഡ്രസ് ബാങ്ക് നിർധന യുവതികൾക്ക് സൗജന്യമായി വിവാഹവസ്ത്രങ്ങൾ നൽകും. പുന്ന സ്വദേശി കറുപ്പംവീട്ടിൽ ഷജ്മീറും ഭാര്യ ഷൈജയുമാണ് ഡ്രസ് ബാങ്ക് ആരംഭിച്ചത്. നാസർ മാനു ഡ്രസ് ബാങ്ക് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭ മുൻ ചെയർമാൻ PK അബൂബക്കർ ഹാജി അധ്യക്ഷനായി.
ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ മെട്രോപോളിസ് സഹകരണത്തോടെ സംഘടിപ്പിച്ച കേൾവി ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോജി തോമസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജോർജ് കുരുവിള, സജി ജോബ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ജനുവരി 20 ഡിവൈഎഫ്ഐ തീർക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം ഗുരുവായൂർ ഇരിങ്ങപ്പുറം മേഖലാ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ നടത്തി. ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് സെക്രട്ടറി KV വിവിധ് ഉദ്ഘാടനം ചെയ്തു. TB ദയാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ വൈഷ്ണവ് പ്രദീപ്, PS സോന, AS ശരത് എന്നിവർ സംസാരിച്ചു. തളി നടുവട്ടം കാഞ്ഞിരത്താണി മഖാം ആണ്ട് നേർച്ച ഭക്തി നിർഭരമായി. രാവിലെ മൗലീദ് മജ്ലിസ്, തുടർന്ന് നടന്ന നേർച്ച ഭക്ഷണ കിറ്റ് വിതരണത്തിന് നിരവധി പേർ പങ്കെടുത്തു. വൈകിട്ട് ബുർദ മജ്ലിസ്, സ്വാദിഖലി ഫാളിലി ഗൂഡല്ലൂർ, PTM ആനക്കര, മുഹമ്മദ് അലി സക്കാഫി മുന്നിയൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അഴീക്കോട് കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ തീരദേശവാസികൾക്കായി സൌജന്യ നേത്രരോഗ ക്യാമ്പ് സംഘടിപ്പിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ നടന്ന ക്യാമ്പ് കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ അധ്യക്ഷയായി. കോസ്റ്റൽ SI VN മണികണ്ഠൻ, ഡോക്ടർ രമ്യ പ്രവീൺ, പഞ്ചായത്ത് അംഗങ്ങളായ മിനി അരയങ്ങാട്ടിൽ, ജയന്തി, സിബിൻ അമ്പാടി, RR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വരവൂർ പഞ്ചായത്ത് വിമുക്ത ഭടന്മാരുടെ കുടുംബസംഗമം വിമുക്ത ഭടൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വരവൂർ പഞ്ചായത്ത് സെക്രട്ടറി മാധവൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ചന്ദ്രൻ, വർക്കിംഗ് പ്രസിഡന്റ് രാമൻകുട്ടി, രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തലപ്പള്ളി താലൂക്ക് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആതിര മഹോത്സവം സംഘടിപ്പിച്ചു. NSS ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് P ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി S ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് K രവീന്ദ്രൻ, വനിതാ യൂണിയൻ പ്രസിഡന്റ് P കുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള കലാമണ്ഡലം നീള ക്യാമ്പസിൽ കഥകളി അവതരണം നടന്നു. കലാമണ്ഡലം നൃത്ത വിഭാഗം വകുപ്പ് മേധാവി കലാമണ്ഡലം ഹൈമാവതി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കലാമണ്ഡലം മുകുന്ദൻ രുക്മാംഗതനായും നവീൻ മോഹിനിയായും അവതരിപ്പിച്ച കഥകളി അരങ്ങിലെത്തി. സംഗീതത്തിൽ കലാമണ്ഡലം വിനോദ്, കലാമണ്ഡലം അജേഷ് പ്രഭാകർ, കലാമണ്ഡലം രവിശങ്കർ ചെണ്ടയിലും, സരോദ് ഇടക്കയിലും, അനീഷ് രാഹുൽ എന്നിവർ മദ്ദളത്തിലും, കലാമണ്ഡലം സുകുമാരൻ ചുട്ടിയിലും, അരുൺ രമേശ്, സോഹാൻ എന്നിവർ അണിയറ പ്രവർത്തനത്തിലുമാണ് കഥകളി വേഷം വേദിയിൽ അവതരിപ്പിച്ചത്. കുന്നുകുളം മാർത്താറ്റ് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് യുവതിക്ക് പരിക്ക്. നരിപ്പറമ്പ് സ്വദേശിനി പുതുപ്പറമ്പിൽ വീട്ടിൽ സഞ്ജനയ്ക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വന്ന വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് കാലിന് പരിക്കേറ്റ യുവതിയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റേഷൻ വാഹന കരാറുകാരുടെ സമരം ആരംഭിച്ചു. സപ്ലൈകോ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് റേഷൻ കടകളിലേക്കുള്ള വിതരണം തടസ്സപ്പെട്ടു. FCAയിൽ നിന്നുള്ള ധാന്യ സംഭരണവും തിങ്കളാഴ്ച മുതൽ മുടങ്ങും. ഇതോടെ റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യക്ഷാമം നേരിട്ടേക്കും. അനിശ്ചിതകാലത്തേക്കാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കുടിശ്ശികയായി 100 കോടി രൂപ സപ്ലൈകോ നൽകാനുണ്ടെന്നാണ് കരാറുകാരുടെ പരാതി. ലഭിക്കേണ്ട തുകയുടെ 90% 4 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. തുക ഉടൻ അനുവദിക്കുക, ചുമട്ടുതൊഴിലാളി ക്ഷേമ വിഹിതം സപ്ലൈകോ നേരിട്ട് ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിൽ അടയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. ബുധനാഴ്ച ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തും. ഗുരുവായൂരിൽ നിന്ന് മോദി തൃപ്രയാറിലെത്തുക റോഡ് മാർഗം.
കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് തോട് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോട് ഒരു കാലത്ത് നഗരത്തിലേക്കുള്ള പ്രധാന ജലപാതയായിരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമായി. 4 നാൾ നീണ്ടു നിൽക്കുന്ന താലപ്പൊലിക്ക് ആയിരങ്ങളെത്തും. മാളയിൽ വിളവെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ പാടശേഖരം വെള്ളത്തിൽ മുങ്ങി. സമീപത്തുള്ള തോടിന് ആഴം കൂട്ടണമെന്ന ആവശ്യം അധികൃതർ അവഗണിച്ചതായി പരാതി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.